നമ്മളെ വെണ്ടർ അയച്ച ഈ രണ്ട് സാധനം ഈ നാട്ടിൽ ഇത് ഓടുകയില്ല. രണ്ട് സാധനം വേസ്റ്റ് ആട്ടോ. കാണുന്നവരൊക്കെ ചോദിക്കലുണ്ട് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് സ്ട്രീറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ട് ബ്രാൻഡ് എന്ന കൺസെപ്റ്റ് ഐമൻ അല്ലെ. ഐമൻ ബ്രോ നിങ്ങൾ എക്സ്ക്ലൂസീവ് അതിപ്പോ നിങ്ങൾ ഓൺ പ്രൊഡക്റ്റ് എന്തായിന്ന് പലരും ബീച്ചിൽ നിന്നും അതേപോലെ മെസ്സേജ് ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വെണ്ടർ നമ്മുടെ പെർഫ്യൂമർ രണ്ട് സാധനം നമുക്ക് അയച്ചു തന്നിട്ട് കേട്ടോ. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു തീമിൽ നമ്മൾ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് വീഡിയോന്റെ എൻഡിൽ മനസ്സിലാക്കാം കേട്ടോ. മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ക്ലോൺ വെച്ച് ഇൻസ്പയർഡ് ചെയ്യാൻ വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഒരു പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വ്യത്യസ്തമല്ലേ. പക്ഷേ നമുക്ക് പുതിയൊരു സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമ്മുടെ മൂക്ക് നമ്മുടെ നോസ് കറക്റ്റ് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യും, അതിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു വിഷയം കേട്ടോ. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും രണ്ടും ഊത് ബേസ്ഡ് ആണ്. ഒന്നൊരു ഫ്രൂട്ടി ടച്ചാ വരുന്നത്. രണ്ടും നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മളെ വെണ്ടർ അയച്ച ഈ രണ്ട് സാധനം വേസ്റ്റ് ആട്ടോ. ഈ നാട്ടിൽ ഇത് ഓടുകയില്ല. പിന്നെ നമ്മൾ വലിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയൂട്ടോ. നമ്മൾ തിരിച്ചയക്കാൻ പോവാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാർക്കറ്റിലുള്ള ഇൻസ്പയർഡ് സാധനങ്ങൾ ചെയ്യാൻ വലിയ കണ്ണും കൂടി ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് പ്രൊഡക്റ്റും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലല്ല കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് റിട്ടേൺ അയക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫീലിംഗ് കിട്ടുന്നവരെ നമ്മളിത് റിപ്പീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ വരും വീട്ടിൽ കാണാൻ പറ്റും. ഓക്കെ.